ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകരും നമ്മൾ എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഡ്യുവറ്റ് വിത്ത് പ്ലേ ബാക്ക് സിംഗേഴ്സ് ആ റൗണ്ടാണ് വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ടോപ്പ് സിംഗറിലെ പാൽക്കുട്ടനാണ് വരുന്നത്, മഹിപാൽ. വെൽക്കം മഹിപാൽ. സുന്ദരനായിട്ടുണ്ടല്ലോ. കൊള്ളാം കേട്ടോ, രസമുണ്ട്. ഒരു കറുത്ത ഒരു തളാങ്ക തരികിടതവും എന്ന് പറഞ്ഞ സാധനം. നിനക്ക് എങ്ങനെ തോന്നുന്നു കണ്ടിട്ട്? അടിപൊളി. ഞാൻ കുറച്ചും കൂടി ലുക്ക് വന്നു. അല്ല, സ്ഥിരമായിട്ട് ഇതങ്ങ് ആക്കിയാലോ? വേണ്ട അല്ലേ, വേണ്ട. നമുക്ക് കുറച്ച് വെറൈറ്റി ഒക്കെ വേണ്ടേ. ഫാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. കുറച്ച് അടുത്ത ഫാൻസിന്റെ പേര് പറഞ്ഞു. കൂടെ പഠിക്കുന്ന ഫാന്റെ ക്ലാസ് ഫ്രണ്ട്സ്. അങ്ങനെ കുറെ പേരുണ്ട്. അഷിജിത്ത്, പിന്നെ നിരഞ്ജൻ, പിന്നെ +2 സ്കൂളിലെ +2 ഏട്ടന്മാര്. അതൊരു ലിസ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു, കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒള്ളി മെയിൽ പേരുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? ചേച്ചിമാരുണ്ട്, കുറച്ചു പേരുണ്ട്. ചേച്ചിയല്ല, നിന്റെ കൂടെ പഠിക്കുന്നത്. എന്നിട്ട് നിന്റെ അമ്മ പറഞ്ഞല്ലോ നിനക്ക് കൂടുതലും ഗേൾസാ ഫ്രണ്ട്സ്. അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ ഡിമാൻഡ് കുറവാ അവന്. അമ്മയുടെ കണ്ടു കിട്ടി. അപ്പൊ ഇനി പറയണ്ട, നമുക്ക് എല്ലാരും വേണം അല്ലേ? ഏത് പാട്ടാ പാടുന്നേ? എന്തടി എന്തടി പനങ്കിളിയെ, എന്തടി എന്തടി പനങ്കിളിയെ. നല്ല പാട്ട. എന്തടി എന്തടി. ഇത് ഡ്യുവറ്റ് അല്ലേ? ഡ്യുവറ്റാ. അപ്പൊ ആരാ കൂടെ? ദുർഗ ചേച്ചി, ദുർഗാദേവിയും അല്ലേ? അപ്പൊ ഓക്കെ, വിളിക്ക്. ദുർഗ ചേച്ചി, കമോൺ. വെൽക്കം ദുർഗ ചേച്ചി ഓൺ സ്റ്റേജ്. അണ്ണാ, എനിക്ക് ഈ ദുർഗ കാണുമ്പോഴൊക്കെ ഒരു പാട്ടങ്ങ് ഓർമ്മ വരും. ഏതാ? അച്ഛനെയാണ് എനിക്കിഷ്ടം. അതെന്നാ? ദുർഗ അടുത്ത് തന്നെ ചോദിക്കും. എനിക്ക് എന്താ പറയാ, സത്യത്തിൽ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം MG സാറും ശരത് സാറും എൻ്റെ ഗുരുക്കന്മാരുടെ മുന്നിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. 2007 എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ഒരു പാട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ പാടണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്കൊരു മ്യൂസിക്കിൽ കുറേയൊക്കെ ആവാൻ സാധിച്ചതിലൊക്കെ ഏറ്റവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. പക്ഷെ ആ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ പാടി കൊളവാക്കിയ ഒരു പാട്ടായിരുന്നു. അങ്ങനല്ല സംഭവിച്ചത്. കാരണം അച്ഛനെയാണ് ദുർഗയ്ക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പക്ഷെ പാടി വന്നപ്പോ വികാരം കൂടിയിട്ട് കരച്ചിലും ആ പാട്ട് കൈവിട്ടുപോയത് മാത്രമല്ല, അതൊരു ശരിക്കും അതിൽ ആ ഒരു പാട്ട് അത്രയും ഒരു ഫീല് പാടാനുള്ള കാരണം, ഒരു വലിയൊരു കാരണം ഓർക്കസ്ട്രേഷന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരത്രയും ഗംഭീരമായിട്ട് അത് ചെയ്തു. പാടി വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഹായ് ദുർഗ ചേച്ചി. ഹായ്, നമസ്കാരം. ഞാൻ കുറെ പാട്ടിൽ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. വെൽക്കം ടു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4. താങ്ക് യു സോ മച്ച്. താങ്ക് യു.